നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിരിയുന്നത് വരെ എന്റെ പദവി ഭാര്യ എന്ന് തന്നെയാ. ആ അധികാരം പ്രയോഗിക്കാൻ എനിക്കും അറിയാം. അങ്ങോട്ട് മാറാനാ പറഞ്ഞ. നാളെ ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിന് ആളെത്തുന്നുണ്ട്. ദേവന്റെ ചൈതന്യം, പൂജാരിയുടെ മിടുക്ക്, ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ എല്ലാം അവിടെ ചർച്ചയ്ക്കെടുക്കും. ഇതുവരെ നടന്ന ദേവപ്രശ്നങ്ങളിലെല്ലാം എല്ലാവരുടെയും മുന്നിൽ തലയെടുപ്പോടെ നിന്നവനാ ഞാൻ. പക്ഷെ നാളെ എന്റെ തല കുനിഞ്ഞു തന്നെ ഇരിക്കും. ഒരാളുടെ മുഖത്ത് പോലും നോക്കാനാവാതെ ദേവനാരായണൻ തിരുമേനി തോറ്റവനെ പോലെ നിൽക്കും. ജന്മശാപമാണല്ലേ? അച്ഛന്റെ ജന്മത്തിന് ഒരു ശാപവും ഇല്ല. ശാപജന്മം ഞാനാ. പൊയ്ക്കോ, എന്റെ മോള് പൊയ്ക്കോ. എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല. ഇടർന്ന വാക്കുകളിൽ എപ്പോഴെങ്കിലും അറിയാതെ എന്റെ മോളെന്ന് ചീത്ത പറഞ്ഞു പോയ പിന്നെ ഈ ജന്മം ഞാൻ ഉറങ്ങില്ല. പോയിക്കോ. പൂജാവിധികൾ പാലിക്കുന്ന ഒരാൾക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ നിഷേധിക്കാൻ പറ്റില്ല. അവളുടെ തീരുമാനത്തിന്റെ കാരണങ്ങൾ എന്തായാലും അത് ശരിയായിരുന്നു എന്നുള്ള സൂചനകൾ ഭഗവാൻ തന്നു. നേരം പുലരുമ്പോ എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയില്ല ചോദ്യം. പക്ഷെ എനിക്കൊരിക്കലും പെരുക്കാനാവില്ല എന്റെ മോളെ. കൃഷ്ണ, എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് തന്നോളൂ. അച്ഛനെ വേദനിപ്പിക്കരുത്. അച്ഛന് കരുത്ത് കൊടുക്കണം. ഇന്നത്തെ ഈ രാത്രിയില് എന്നെ വിലകെട്ട ജീവൻ ഇല്ലാതാവുന്നല്ല നല്ലത്. അതിനേക്കാൾ സന്തോഷം അടിയന് വേറൊന്നുമില്ല.
സംഭവിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ ആരെയാണ് കുറ്റപ്പെടുത്തുകയെന്ന് നിശ്ചയമില്ല. ആ കുട്ടി അങ്ങനെ ഒരു കാര്യം വിളിച്ചു പറയാന്ന് പറയുമ്പോ ക്ഷേത്രത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾക്ക് നിങ്ങളും സാക്ഷിയല്ലേ? അതെ, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച്. പക്ഷേ ആ കുട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ അതുവരെ ഇല്ലാതിരുന്ന വല്ലാത്തൊരു മണിയൊച്ച, ശംഖിന്റെ മുഴക്കം, അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. എല്ലാം ഭഗവാന്റെ മായ, അല്ലാതെ എന്താ പറയ. ആ കുട്ടിയുടെ വിധി വേറെ എന്തോ ആണ്, അതല്ലേ അതിന്റെ അർത്ഥം. അമ്മേ, ദൈവം മാത്രമാണ് ജീവിതമെന്ന് കരുതുന്ന ഒരു കുടുംബമാണ് ദേവനാരായണൻ തിരുമേനിയുടേത്. അവിടെ നടന്നതെന്തോ അത് അവർക്ക് വിടുക. അതിന്റെ പേരിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംസാരം ഉണ്ടാകാനോ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും അവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ നിൽക്കണ്ട. അത് തന്നെയാ നല്ലത്. പത്മിനി, കൽപ്പനയോടും ഉർവശിയോടും ഒന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. സംസാരിക്കാൻ താല്പര്യം അവർക്കായിരിക്കും. ഞാൻ പറഞ്ഞോളാം അമ്മേ. വരുൺ എപ്പോഴും ഈ കരാറിന്റെ കാര്യമാണല്ലോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അത് എനിക്ക് മാത്രം ബാധകമാകുന്നത് എങ്ങനെയാ? അതെ, അത് നിനക്ക് മാത്രമാണ് ബാധകം. കാരണം നീ വലിഞ്ഞു കയറി വന്നവളാ. അച്ഛന്റെ ജീവൻ നിലനിർത്താനും അമ്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ കണ്ണീര് തുടയ്ക്കാനും ഒക്കെ വലിഞ്ഞു കയറി വന്നവളെ ആവശ്യമുണ്ടായിരുന്നു അല്ലേ? അല്ലാതെ നേരത്തെ ഒന്നുമില്ല. എന്താ നിനക്കിപ്പോ വേണ്ടത്? രാധിക ചേച്ചിയുമായി കാണില്ല, സംസാരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം. എന്തിന്? അതിന്റെ കാര്യം വരുൺ അറിയണ്ട. അറിയണ്ടാത്തൊരു കാര്യത്തിന് എനിക്ക് വാക്ക് തരാൻ പറ്റില്ല. ചേച്ചി ഈ വിവാഹം മുടക്കാൻ ശ്രമിച്ചത് ആരുടെ നിർദ്ദേശത്തിലാ? അത് പറ. അപമാനിക്കപ്പെട്ടതും തലകുടിച്ച് നിൽക്കേണ്ടി വന്നതും എന്റെ കുടുംബമാ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാവോ? ഇടോ, എനിക്ക് അല്പം സ്വസ്ഥത വേണമെന്ന്. ഞാൻ പോവില്ല. ഞാൻ ഈ മുറിന്ന് പോവില്ല എന്ന് മാത്രല്ല, അരുണും ഈ മുറിന്ന് പുറത്ത് പോവില്ല. എന്നെ ഈ മുറിയിൽ തനിക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റും. പിരിയുന്നത് വരെ എന്റെ പദവി ഭാര്യ എന്ന് തന്നെയാ. ആ അധികാരം പ്രയോഗിക്കാൻ എനിക്കും അറിയാം. മാറ്. അങ്ങോട്ട് മാറാനാ പറഞ്ഞ. ഈ മുറിന്ന് വരുൺ പുറത്ത് പോയില്ല എന്ന് പറഞ്ഞാ പോവില്ല. മാറാനല്ലേ നിന്നോട് പറഞ്ഞത്? ഞാൻ വിടത്തില്ല. നിന്നോടല്ലേ മാറാൻ പറഞ്ഞ? പറഞ്ഞില്ലേ പോവരുതെന്ന്? പറയുന്നത് കേൾക്കാൻ. നിന്നോടല്ലേ പറഞ്ഞു വിടാൻ? പോവണ്ട. മാറ്. നിൽക്കും. മാറ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.